ശബ്ദവീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് കുറച്ച് വാക്കുകൾ സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഈ വർഷം നമ്മൾ 80ാം സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിക്കുന്നത്. 79 വർഷം മുമ്പേ ഓഗസ്റ്റ് 15 ഇതേ രാത്രി 12 മണിക്ക് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നമ്മുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർന്നു. അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകൾ ഇന്നും ജനങ്ങളുടെ മനസ്സിൽ പുതിയ പ്രതീക്ഷ ഉണർത്തുന്നു. ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, വിധിയുമായുള്ള കൂടിക്കാഴ്ച. ഇപ്പോൾ ആ സമയം എത്തിയിരിക്കുന്നു. ഇന്ത്യ ഉണരുന്നു ജീവനിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ സ്വാതന്ത്ര്യം നമുക്ക് സമ്മാനമായി കിട്ടിയതല്ല. 200 വർഷത്തോളം നമ്മൾ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. അവർ നമ്മുടെ സമ്പത്ത് കൊള്ളയടിച്ചു, നമ്മളെ അടിച്ചമർത്തി. അതിനെതിരെ നമ്മുടെ ഈ മണ്ണ പല തവണ പൊട്ടിത്തെറിച്ചു. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് എന്നിങ്ങനെ 1000ഓളം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗമാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യം. 1857 മംഗൾ പാണ്ഡെ തുടങ്ങി വെച്ച തീ 1947 ജാലിയൻവാലാ ബാഗിൽ നിരായുധരായ ആയിരക്കണക്കിന് ആളുകളുടെ മേൽ വെടിയുയർത്തിയ ആ കുട്ടികളുടെയും സ്ത്രീകളുടെയും ചോര കൊണ്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യം കഴിഞ്ഞത്. 1921 മലബാർ കലാപം, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, KK അപ്പൻ, വൈക്കം അബ്ദുൽ ഖാദർ, AKG എന്നിവരുടെ ത്യാഗം കൊണ്ടാണ് നമ്മുടെ കേരളം പോലും സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വെറും ബ്രിട്ടീഷുകാരില്ലാത്ത ഇന്ത്യ എന്നല്ല. ദാരിദ്ര്യത്തിൽ നിന്നും അജ്ഞതയിൽ നിന്നും നേടുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഇനി 2026 നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നമ്മുടേതാണ്. ചന്ദ്രന്റെ തെക്കേ ധ്രുവത്തിൽ 4ാമതായി ഇറക്കിയ രാജ്യം നമ്മുടേതാണ്. ലോകത്തെവിടേക്കും ടാപ്പ് ചെയ്ത് പൈസ അയക്കാൻ പറ്റുന്ന ഡിജിറ്റൽ ഇന്ത്യ നമ്മുടേതാണ്. കായികത്തിലും സിനിമയിലും സാങ്കേതിക വിദ്യയിലും എല്ലാം നമ്മുടെ എല്ലാം പേരുകൾ ലോകം മുഴുവൻ മുഴങ്ങുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ശക്തിയാണ്. ഇന്ന് സ്വാതന്ത്ര്യദിനം വെറും അവധിയും പതാകയുയർത്തലും മാത്രമല്ല, നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. തെരുവുകൾ വൃത്തിയാക്കുന്നതാണ് സ്വാതന്ത്ര്യം. നിയമം അനുസരിക്കുന്നതാണ് സ്വാതന്ത്ര്യം. രാത്രിയിലും പെൺകുട്ടികൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്ന നാടുണ്ടാക്കുന്നതാണ് സ്വാതന്ത്ര്യം. ജാതിയും മതവും ഭാഷയും നോക്കാതെ ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറയാൻ പറ്റുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഒരു വിദ്യാർത്ഥിക്ക് അവന്റെ യോഗ്യതയ്ക്കനുസരിച്ച് ജോലി കിട്ടുന്നതാണ് സ്വാതന്ത്ര്യം. ഓരോ പൗരനും പേടിയില്ലാതെ ജീവിക്കാൻ പറ്റുന്നതാണ് സ്വാതന്ത്ര്യം. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. നമ്മളാണ് രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. രാഷ്ട്ര നിർമ്മാണത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വലിയ പങ്കുണ്ട്. നല്ല ശീലങ്ങളോടെ വളരാനും തെറ്റിനെതിരെ ശബ്ദമുയർത്താനും നമുക്ക് ഓരോരുത്തർക്കും കഴിയാം. 2047 വികസിത ഭാരത് എന്ന സ്വപ്നം നമ്മുടെ കയ്യിലാണ്. അതിനായി നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുമെന്നും, ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി ജീവിക്കുമെന്നും, ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി പഠിക്കുമെന്നും, ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി മുന്നേറുമെന്നും. അവസാനമായി ഒന്നുകൂടി പറഞ്ഞോട്ടെ, സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നത് പ്രയാസമാണ്, അത് നിലനിർത്തുന്നത് അതിലും പ്രയാസമാണ്. നമ്മുടെ പൂർവികർ നമുക്ക് തന്നെ ഈ സ്വാതന്ത്ര്യം നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ മൂല്യം കൂടി. അതാണ് നമ്മൾക്ക് അവരോടുള്ള യഥാർത്ഥ ആദരം. എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.